നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മേഡം, എന്തുപറ്റി? എന്തോ പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ. ഇന്ന് കളക്ടറേറ്റിൽ ഇരിക്കുമ്പോ ഞാനും ജിജോ സാറും കൂടെ മാഡത്തിന്റെ കാര്യം സംസാരിക്കായിരുന്നു. ജിജോ സാറാ പറഞ്ഞത് നമുക്ക് തന്നെ മാഡത്തിനോട് ഇത് നേരിട്ട് പറയാം. എന്നെ കുറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞത്? കേക്കട്ടെ. മാഡത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയാണെന്ന് കരുതരുത്. ഒരടുപ്പം തോന്നിയതുകൊണ്ട് പറയാന്ന് കരുതിയതാ. ദേ നോക്ക്, അധികം മുഖവര വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നോട് എന്തും തുറന്നു പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വാ. ഒരു കളക്ടർ എന്ന നിലയിൽ മാഡം നടത്തുന്ന ഇടപാടുകൾ വളരെ നല്ലതാണ്. ആഹാ, അഭിനന്ദനം അറിയിക്കാനായിരുന്നു. അയ്യോ, അതല്ല മാഡം. പിന്നെ പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളായിരുന്നു ശരചന്ദ്രൻ സാർ. പക്ഷെ അവസാനം സാറിന് പറ്റിയത് എന്താണെന്ന് മാഡത്തിന് അറിയാലോ. ഇവിടുത്തെ കാര്യങ്ങള് അത്യാവശ്യം ഞങ്ങൾക്കറിയാം. പണക്കൊഴുപ്പുള്ളവരുടെ കൂടെ കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിക്കാരും കാണും. അവരുടെ കൂടെ കാണും. മാഡം തനിച്ചായി പോകും. അതെ, തനിച്ചു നിൽക്കാനാ എനിക്കിഷ്ടം. ഒറ്റയ്ക്ക് നിന്ന് പോരാടുക, ജയിക്കുക. ആ ജയത്തിനല്ലേ മധുരം കൂടുതല്. അതൊക്കെ ശരിയാ മാഡം. പക്ഷേ നല്ല കാര്യം ചെയ്യുന്നവരെ ഇവർ ഉപദ്രവിച്ചു ഒതുക്കും. അതാ എന്നും ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ വേവലാതി ക്രിസ്റ്റിയുടെ കാര്യത്തിലാന്ന് മനസ്സിലായി. പക്ഷെ എന്നെ അവരെന്ത് ചെയ്യാനാ? ശരത്ചന്ദ്രൻ സാറിന് പറ്റിയത് ഒരബദ്ധ. വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. അവരുടെ കെണിയിൽ ചെന്ന് വീണു. അങ്ങനെ വീഴാതിരുന്നാ പോരെ. ക്രിസ്റ്റി ആയാലും രവീന്ദ്ര മുതലാളി ആയാലും അവരുടെ നേട്ടം മാത്രമാണ് അവർക്ക് മുഖ്യം. എന്തും ചെയ്തു കളയും. ഞങ്ങളുടെ പേടി മഴമോളുടെ കാര്യത്തിലാണ്. മിക്കവാറും മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛമ്മ തനിച്ച. ഒന്ന് ഉപദ്രവിക്കണമെന്ന് തോന്നിയാ അത് എളുപ്പമല്ലേ മാഡം? ജിജോ സാർ അത് എന്നോട് പറഞ്ഞത്. മാഡം ഒരു അപേക്ഷ കൊടുത്താൽ സെക്യൂരിറ്റി കൂട്ടിത്തരും. മോളുടെ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാമല്ലോ. എന്റെ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. സത്യം. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കെയർ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമല്ലേ? പക്ഷെ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. മഴ എന്റെ മോളാണെന്ന് സ്കൂളിൽ പോലും ആർക്കും അറിയില്ല. വെറുതെ ഒരു പോലീസുകാരനെ കൂട്ടുവിട്ട് എല്ലാവരും അറിയിക്കണം. നിങ്ങളുടെ പേടിയെ തള്ളിക്കളയല്ല, അതേ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സൂക്ഷിക്കാം. പോരെ? മോളൂ, എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? ആ, സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു മഴമോളോട് ചോദിക്കരുത്. മറുപടി പറയുന്നത് ഇന്നലത്തെ അതേ പെയിന്റ് തന്നെ ആയിരുന്നു ഇന്നും എന്നായിരിക്കും. ആണോ മോളെ? പിന്നെ ചോദ്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടേ? അത് വേണം കേട്ടോ. വിനീതേട്ടൻ സുന്ദരി ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ച് ക്ലാരിറ്റി വരുത്താൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തു പറ്റി ചേട്ടായി? അതെ, ഞാനൊരു ജോത്സ്യനെ കണ്ടായിരുന്നു. കടയുടെ ഉദ്ഘാടനത്തിന് സമയം കുറിക്കാനേ. അതിനിപ്പോ ക്ലാരിറ്റി വരുത്താൻ എന്താ? ചേട്ടായി തീരുമാനിക്കുന്ന സമയം തന്നെയാ എന്റെയും സമയം. നാളെ രാവിലെ നല്ലൊരു മുഹൂർത്തമുണ്ട്. 7:10 കഴിഞ്ഞ് 9-നകം. ആഹാ, നല്ല സമയമാണല്ലോ. അത് കഴിഞ്ഞ് എനിക്ക് ഓഫീസിലേക്കും പോകാം, മോക്ക് സ്കൂളിലും പോവാം. അതുകൊണ്ടാ ഞാനത് സെലക്ട് ചെയ്തത്. അപ്പോ മാഡം രാവിലെ വന്ന് ഭദ്രദീപം തെളിയിച്ച് കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തരണം. അമ്മൂട്ടിയല്ല ഉദ്ഘാടനം ചെയ്യണ്ട, ഞാനാ. വിനീതങ്ങളുടെ കട ഞാൻ ഉദ്ഘാടനം ചെയ്യും. വിനീതങ്ങളുടെ കട എന്റെ മോളല്ലാതെ പിന്നെ ആരാ ഉദ്ഘാടനം ചെയ്യുന്നേ? അത് വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനമല്ല, മുതലാളിയായിട്ടുള്ള ഉദ്ഘാടനമാ. മുതലാളിയായിട്ടോ? എന്നുവെച്ചാ എന്താ? ആ, ആദ്യ കച്ചവടം നടത്തേണ്ടത് എന്റെ മഴമോളാ. എന്ന് വെച്ചാ ഫസ്റ്റ് സെയിൽ. കാശ് വാങ്ങിക്കണമെന്ന്. പുരിഞ്ചിതാ? ദേ, ഈ കൈ കൊണ്ട് വേണം ആദ്യത്തെ കച്ചവടം നടത്താൻ. എന്നിട്ട് ഈ കുഞ്ഞിക്കൈ കൊണ്ട് പൈസ വാങ്ങി വിനീതങ്ങളുടെ പെട്ടിയിൽ ഇട്ട് തരണം. പിന്നെ വെച്ചടി കയറ്റമായിരിക്കുമല്ലോ. ഓക്കെ ചേട്ടായി, അപ്പൊ നമുക്ക് അതങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. നാളെ രാവിലെ എന്റെ ചേട്ടായിയുടെ കട ഉദ്ഘാടനം. ഞാൻ ഭദ്രദീപം കൊളുത്തുന്നു, മോള് ഫസ്റ്റ് സെയിൽ നടത്തുന്നു. ഭദ്രദീപം കച്ചവടം ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ മറുപടി പറയണം. ആര്? ഞാനോ?
നീയല്ല. സുന്ദരി, എന്തിനടി മോളെ നീ ആ ജയറാമനോട് ഈ ക്രൂരത കാണിച്ചത്? എന്ത് ക്രൂരത? നിങ്ങൾ വല്ലവരും ന്യൂസ് കണ്ടോ? ഞാൻ കണ്ടു. ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുപ്പക്കാരനില്ലേ ജയറാം, അവനെ കൊണ്ട് ഇവളുടെ പോലീസുകാര് ഇടിച്ചു പിഴിഞ്ഞു കുറ്റം സമ്മതിപ്പിച്ചു. ഇനി ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതാ ക്രിസ്റ്റി പറഞ്ഞിട്ടായിരിക്കും. അവനായിട്ട് ഒരിക്കലും ചെയ്യില്ല. എന്തുകൊണ്ട് ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്തില്ല? അത് ചെയ്യ്. ഈ ജയറാം ഒരു പാവം ചെറുക്കനായതുകൊണ്ടല്ലേ അവനെ പിടിച്ചകത്തിട്ട് തല്ലി കുറ്റം സമ്മതിപ്പിച്ചത്. എന്റെ അച്ഛമ്മ, അവനെ അങ്ങനെ വെറുതെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ നമുക്ക്? ജയറാമനെ ഇപ്പോ പുറം ലോകം കാണിച്ച ഏതെങ്കിലും പരുന്തും കാലില് കുരുങ്ങിയിരിക്കും അവൻ, ഉറപ്പാണ്. ജയറാം സേഫ് ആയിരിക്കണം. അവന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കരുത്. അതിനവൻ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അച്ഛമ്മ നോക്കിക്കോ, ഇത് കഥ വേറെയാ. ജാനകിയുടെ കഥയിലെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. വാ. ഈ കഥയുടെ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്കല്ലേ അറിയൂ ക്രിസ്റ്റി. പക്ഷെ കഥയും ക്ലൈമാക്സും ഹിറ്റ് ആവണമെങ്കിൽ അതിനി അൻവർ വിചാരിക്കണം. മാഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു അൻവറെ? 15th മാർച്ചിന് നമ്മുടെ ഇനാഗ്രേഷൻ എന്തായാലും നടക്കും. അതേ ദിവസം സുന്ദരിക്ക് വാഗ്ദാനം ചെയ്ത 5 വീടുകളുടെ പാല് കാച്ച് നടക്കുമോ ഇല്ലയോ, അതാണ് അറിയേണ്ടത്. അതിന് സംശയമൊന്നുമില്ല സാർ. എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ടല്ലോ. നോ ഡിലേ. പറഞ്ഞ ഡേറ്റിന് തന്നെ വർക്ക് ഫിനിഷ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനാഗുറേഷൻ, മറ്റൊരിടത്ത് 5 വീടുകളുടെ പാല് കാച്ച ചടങ്ങ് അല്ലെ? ഏയ്, അതിനെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഒരു സ്ഥലത്ത് സുന്ദരിയുടെ ചെറിയ വിജയം, മറ്റൊരിടത്ത് അവളുടെ സമ്പൂർണ്ണ പരാജയവും. ശരത്ചന്ദ്രന് സംഭവിച്ചതുപോലൊന്നല്ല. സുന്ദരിയുടെ IAS കരിയറിന് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടിക്കും അന്നത്തോടെ തന്നെ. നിങ്ങൾ നോക്കിക്കോ. അത് ബ്രില്യന്റ് ആയൊരു നീക്കമാണല്ലോ. ഒന്നുകിൽ എന്റെ കുതിര പോവും, അല്ലെങ്കിൽ എന്റെ തേര് പോവും. ഇതേ എന്റെ MK മാസ്റ്റർ പഠിപ്പിച്ചു തന്നതാ. സൂപ്പർ അല്ലേ? പിന്നെ സൂപ്പറാണ്. എങ്കിൽ തന്നെ ഞാൻ തേരിനെ ഇങ്ങോട്ട് മാറ്റി. വിനിതേട്ടാ, എനിക്കും ചെസ് പഠിക്കണം. അല്ല, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. അതെ, ചെസ്സുകളെ നമ്മുടെ ബുദ്ധിശക്തി കൂട്ടുന്ന പറയുന്നത്. ബുദ്ധിശക്തി കൂട്ടിയില്ലേലും തലച്ചോറ് നന്നായി പ്രവർത്തിക്കും. അത് നല്ലതല്ലേ? അമ്മൂട്ടി, കളിക്കുന്നിടയിൽ വേറെ കാര്യം പറയരുത്. MK മാസ്റ്റർ വഴക്ക് പറയും. പിന്നെ വഴക്ക് പറയാനായിട്ട് നിന്റെ MK മാസ്റ്റർ ഇവിടെ ഇരിക്കുകയല്ലേ?